CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ തുടക്കമായി. മുതിർന്ന CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. സമരം നടത്തിയാൽ സഹിക്കാൻ വയ്യാത്ത ആളുകളുണ്ടെന്ന് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു. പ്രകടനം നടത്താം, റോഡിലൂടെ വേണ്ട, മലയിൽ കൂടി മതി എന്നാണ് ചിലർ പറയുന്നതെന്നും എ വിജയരാഘവന്റെ പരിഹാസം. സർസംഘചാലക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്തടുത്ത് നിന്ന് ന്യൂനപക്ഷ മതത്തിന്റെ ആരാധനയെ അടിച്ചു പൊളിച്ചിടത്ത് ഉണ്ടാക്കിയ പുതിയ അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് RSS. അങ്ങനെയാണ് തീവ്ര ഹിന്ദുത്വ അജണ്ട. ആ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനം നടപ്പിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. എത്ര സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നൂറുകണക്കിന് സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഉത്തർപ്രദേശിൽ അത് ഒരു സാധാരണമായ സംഭവമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ടിരിക്കും. ഹലാൽ എന്ന വാക്ക് കടകളുടെ കൊണ്ട് ഹലാൽ ഇറച്ചി നിരീക്ഷിച്ചു. ചില മരുന്നുകളിൽ ഹലാൽ എന്ന് കൂട്ടിച്ചേർത്തിരുന്നു. എല്ലാം നിരോധിച്ചില്ലേ? മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് അങ്ങ് നിരോധിച്ചുള്ളത്. തീർത്ഥാടനം നടത്തുന്ന പ്രദേശങ്ങളിൽ തീർത്ഥാടകർ പോകുന്ന വഴിയിൽ മറ്റൊരു മതസമുദായക്കാരൻ കച്ചവടം നടത്തിക്കൂടാ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുന്ന ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എന്തൊക്കെയാണ് എ വിജയരാഘവൻ പറയുന്നത്? ഹാഷ്മി, CPIMന്റെ 16ാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിനാണ് താനൂരിൽ തുടക്കമായിരിക്കുന്നത്. ഇന്നു മുതൽ 3 ദിവസമാണ് ആ സമ്മേളനം നടക്കുന്നത്. മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് ആ പതാക ഉയർത്തിയത്. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം വലിയ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ റോഡിൽ സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്തു കഴിഞ്ഞാൽ അത് സഹിക്കാൻ വയ്യാത്ത ചില ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രകടനം നടത്താം, എന്നാൽ അത് റോഡിലൂടെ വേണ്ട, മലയിൽ കൂടി നടത്തിയാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. മലയിൽ പോയി ആരെങ്കിലും പ്രതികരണം നടത്തുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. പാർലമെന്റിൽ പോകാൻ വയ്യ, അവിടെ കോടീശ്വരന്മാർ കൈവശപ്പെടുത്തി, അതുകൊണ്ടാണ് ഈ റോഡിൽ സമരം ചെയ്യുന്നത് എന്നും എ വിജയരാഘവൻ പറയുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ഹലാൽ എന്ന വാക്ക് തന്നെ നിരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഒരു സമുദായം ഉപയോഗിക്കുന്ന ഒരു വാക്കിനെ തന്നെ അപ്പാടെ നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് RSSനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമെതിരെ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും മാധ്യമപ്രവർത്തകർക്ക് എല്ലാം അറിയാമെന്നുള്ള ധാരണയാണ് മാധ്യമങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇടതുവിരുദ്ധ പ്രചാരകരായ മാധ്യമങ്ങൾ മാറുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ വിജയരാഘവൻ ഉന്നയിച്ചു. ഹാഷ്മി. ഓക്കെ, എ വിജയരാഘവന്റെ പുതിയ പ്രസംഗത്തിന്റെ വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്.